അപ്പോൾ നമ്മൾ സേ എക്സാമിന് വേണ്ടിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അവസാനം പഠിച്ചുകൊണ്ടിരുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്. എന്തായിരുന്നു ആ 3 ഇക്വേഷൻസ്? ഒന്ന്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് പിയും കൂടി കൂട്ടി അതിൻ്റെ അകത്തുനിന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കുന്നതാണ്. ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് എ എന്നും ബി എന്നും പറയുന്ന 2 ഇവൻറ്റുകളുണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഏതൊക്കെയാണോ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നത് അതിൻ്റെ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നോക്കിയേ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും. എന്താണ്? പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഒരു കാര്യം കൂടി നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പി ഓഫ് എ ഗിവൺ ബി, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. എന്തായിരുന്നു? എ ഗിവൺ ബി, എ എഴുതി ഒരു വര ഇട്ടിട്ട് ബി. ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് ഈ 2 സാധനങ്ങൾ കൂടി ഇൻ്റർസെക്ഷൻ എടുത്ത് മേളിൽ എഴുതുക. എയും ബിയും പറഞ്ഞിരിക്കുന്ന കാരണം എ ഇൻ്റർസെക്ഷൻ ബി. താഴെ എഴുതേണ്ടത് ഈ വര കഴിഞ്ഞ് എന്താണോ ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ പി ഓഫ് ബി. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതും ഈ ഇക്വേഷൻ തന്നെയാണ്, കേട്ടല്ലോ. ഈ 3 ഇക്വേഷൻസ് പഠിക്കാതെ നമുക്ക് പ്രോബബിലിറ്റി ചെയ്യാൻ പറ്റത്തില്ല, കേട്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചോളം. എ ഗിവൺ ബി എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബിനെ ഈ താഴത്തെ എന്താണോ പറഞ്ഞത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. മേളിൽ എന്താണോ പറഞ്ഞത് അത് രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ എഴുതി മേളിൽ എഴുതുക, താഴെ എഴുതിയിരിക്കുന്നത് താഴെ എഴുതുക. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഇനി ഒരു ചോദ്യം നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിവൺ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എയും ബിയും. ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ നോക്കണ്ട, അതേ നോക്കിയേ. ഗിവൺ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും, അല്ലേ? എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, അവിടെ ഇരിക്കട്ടെ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം നോക്കുക. സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ്? അത് അവിടെ കിടക്കുന്നു 0.5. അടുത്തത് പി ഓഫ് ബിയും തന്നിട്ടുണ്ട്. പി ഓഫ് ബി ഈക്വൽ ടു 0.6. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് എഴുതിയെന്നുള്ളൂ. എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞ കാരണം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നാൽ എ ഇൻറ്റു ബി. പി ഓഫ് എ തന്നിട്ടുണ്ട് 0.5, പി ഓഫ് ബി തന്നിട്ടുണ്ട് 0.6. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പി ഓഫ് എ നമുക്കറിയാം 0.5, പി ഓഫ് ബിയും നമുക്കറിയാം 0.6. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0. എത്ര വരും? 3. എത്രയാണ്? 0.3 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ വെറുതെ അടിച്ചു കൊടുത്തേച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. അടുത്തത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്ക്. പി ഓഫ് എ യൂണിയൻ ബി. എടാ, പി ഓഫ് എ യൂണിയൻ ബി കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ. എ യൂണിയൻ ബി എങ്ങനെയാണ്? എയും ബിയും കൂടി കൂട്ടുക, ഇൻ്റർസെക്ഷൻ കുറയ്ക്കുക. അപ്പോൾ ഇക്വേഷൻ എഴുതിക്കേ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ്? 0.5 പ്ലസ് പി ഓഫ് ബി എത്രയാണ്? 0.6 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 0.3 ഈക്വൽ ടു 0.5ഉം 0.6ഉം കൂടി കൂട്ടുമ്പോൾ 1.1 എന്ന് കിട്ടും. മൈനസ് 0.3. 1.1ൽ നിന്നും 0.3 മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 0.8. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി, ഒരു പ്രശ്നവും ഇല്ല, കേട്ടല്ലോ. അപ്പോൾ ഈ 3 ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്, അല്ലേ? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അറിയാവുന്നത് എഴുതി. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇത്. ഇനി അവർ പറഞ്ഞിട്ടുള്ള കാര്യം പി ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? 0.3. പി ഓഫ് ബി ഈക്വൽ ടു
എത്രയാണ് 0.4. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ചോദ്യം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എടാ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് അല്ലേ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ്? 0.3 ഇൻറ്റു പി ഓഫ് ബി എത്രയാണ്? 0.4. ആൻസർ എത്ര കിട്ടും? 0.12. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയത് നേരത്തെ ചെയ്തത് തന്നെ, പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ. നമ്മൾ പറഞ്ഞു എ യൂണിയൻ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഇനി പി ഓഫ് എ അറിയാം, എ എത്രയാണ്? 0.3 പ്ലസ് പി ഓഫ് ബി അറിയാം, എത്രയാണ്? 0.4. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ കണ്ടുപിടിച്ചു, 0.12. 0.3യും 0.4ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0.7 മൈനസ് 0.12 ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 0.58. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. അവസാനമായിട്ട് ഒരു സാധനം കൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബി. നമ്മൾ പറഞ്ഞു വര ഇട്ടിട്ടുള്ള ചോദ്യമാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എന്താണോ ഇത് രണ്ടെണ്ണം, ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുത്ത് മേളിൽ എഴുതുക ബൈ താഴെ വന്നിട്ടുള്ളത് എന്താണോ അതങ്ങോട്ട് താഴെ എഴുതുക പി ഓഫ് ബി. നോക്ക്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്കറിയാവോ? അറിയാം. എത്രയാണ്? 0.12 ബൈ പി ഓഫ് ബി നമുക്കറിയാവോ? അറിയാം. എത്രയാണ്? 0.4. അപ്പോൾ 0.12നെ 0.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാൽക്കുലേറ്ററിൽ അടിച്ചോ, ആൻസർ എത്ര കിട്ടും? 0.3. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റിയിൽ ഈ മോഡൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ഇവിടെ ഇത് നിങ്ങൾക്ക് ഇത് അറിയാൻ പാടില്ല, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യും? പ്രോബബിലിറ്റിയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ഈ 3 ഇക്വേഷൻ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 മാർക്കെങ്കിലും അവിടെ ഇടും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ മേല, ഓക്കെ സമ്മതിച്ചു. ഈ 3 ഇക്വേഷൻ കാണാതെ പഠിച്ച് അവിടെ എഴുതി വെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജയിക്കാനുള്ള മാർക്കുകൾ തപ്പിത്തടഞ്ഞൊക്കെ ഒപ്പിക്കുന്നത്. കേട്ടല്ലോ? അപ്പോൾ നിർബന്ധമായും ഈ ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. എന്നിട്ട് സിമ്പിളാണ്, ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നേരത്തെ പറഞ്ഞില്ല, അതുപോലെ ചെയ്താൽ മതി. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, ഈ ഇക്വേഷൻ എഴുതിയിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ.